എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷിന്റെ പേജ് 9 ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന സ്റ്റോറിയുടെ ആദ്യ ഭാഗം ഫൺ ടൈം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിൽന ആൻഡ് ഹെർ ബ്രദർ ഐസക് were playing in the backyard of their house. Dilna looked up at the sky and said, "Isaac, we should go inside. I think it is going to rain." "Yes, let's go." Isaac nodded, a little worried. Both of them quickly ran into the house. They went straight to the kitchen and spotted a plate of cookies on the table. "Cookies," Isaac said with a big smile as he grabbed one. Dilna too grabbed a cookie. "Mom, it's raining," Isaac shouted. There was no reply. ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ഇതില് പ്രയാസകരമായിട്ടുള്ള വാക്കുകൾ അടയാളപ്പെടുത്തുകയും അർത്ഥം പഠിക്കുകയും ചെയ്യുക. ബാക്ക്യാർഡ്, വറീഡ്, നോഡഡ്, ക്വിക്ലി, കുക്കീസ്, ഗ്രാബ്ഡ്, സ്ട്രൈറ്റ് തുടങ്ങിയ പദങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവയുടെ സ്പെല്ലിങ്, അർത്ഥം തുടങ്ങിയ കാര്യങ്ങളും കൂടെ പഠിക്കുക. അതിനോടൊപ്പം ഒരു ബേസിക് ഗ്രാമർ പോർഷനും കൂടെ ഇതിനോടൊപ്പം പറഞ്ഞു തരുന്നു. നമ്മുടെ പേജില് ധാരാളം വെർബ്സ് ഉണ്ടായിരുന്നു, വെർബ് ആക്ഷൻ വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസുമാണ് 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കാൻ. മിക്കവാറും വാക്കുകളോടൊപ്പം ഈഡ് ചേർത്താൽ നമുക്ക് അതിനെ പാസ്റ്റ് ടെൻസ് ആക്കാൻ കഴിയും. ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് വെച്ചേക്കുക. പ്ലേ, പ്ലേഡ്, ലുക്ക്, ലുക്ഡ്, നോഡ്, നോഡഡ്, സ്പോട്ട്, സ്പോട്ടഡ്, ഗ്രാബ്, ഗ്രാബ്ഡ്, ഷൗട്ട്, ഷൗട്ടഡ്, റിപ്ലൈ, റിപ്ലൈഡ്. ഇനി ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം വരുന്നുണ്ട്. അതില് നല്ല മാറ്റം വരും വാക്കുകൾക്ക്. ഇപ്പൊ സേ, സെഡ്, ഗോ, വെന്റ് പൂർണ്ണമായും മാറി. ഗോ എന്ന് പറയുന്ന വാക്ക് പോവുക, വെന്റ് പോയി എന്നുള്ളതിൽ വ്യത്യാസം വരുന്നു. റൺ, റാൻ. അപ്പൊ ഈ രീതിയിൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അടയാളപ്പെടുത്തി പഠിക്കാവുന്നതാണ്. ഇത്തരത്തിൽ LFS ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ചാനലിൽ ജോയിൻ ചെയ്യുക.